അസ്സലാമലൈക്കും. വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഡോക്ടർമാർ എത്ര പെട്ടെന്ന് മരിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരുമില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കഴിയുന്ന സഹായം ഒക്കെ ചെയ്തു തരണം. ഇനി എൻ്റെ സഹോദരി നിങ്ങൾ സഹായിക്കണം. ഒരു നിവർത്തില്ല, അല്ല ഞങ്ങൾ മുന്നിൽ വരൂല. കൈ കെട്ടിക്കാണ്ട് ഒരു നിവർത്തില്ല ആയിട്ടാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ്. നടക്കാനും കൂടി എനിക്ക് കഴിയൂല. അസ്സലാമലൈക്കും. നിൻ്റെ ഉമ്മയാണ്. ഉമ്മക്ക് സർജറി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മരിച്ചിട്ട് 1 വർഷമാവുള്ളൂ. അപ്പോൾ എനിക്ക് വീടൊന്നും സ്വന്തമായിട്ട് ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത്. ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാനെൻ്റെ താത്ത ഉമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അൻവർ സാദത്ത് കാക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 30 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ നിന്ന് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു നിവർത്തിയില്ല. 13 വർഷം പ്രവാസിയായിരുന്നു. അൻവർ ഖാൻ്റെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ 8 വർഷം മുമ്പേ സ്കൂൾ ബസ് കാലിക്കോടെ കയറിയിട്ട് ആ കാലിൻ്റെ സർജറിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും ഒരു നിവർത്തിയില്ലാണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ്. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള അൻവർ ഖാക്കാണെങ്കിലും പെങ്ങൾക്കാണെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ 2 പേര് ഈ കുടുംബത്തിന് നിങ്ങളൊക്കെ സഹായിക്കണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കോഡൂർ ഗ്രാമപഞ്ചായത്തിൽ താണിക്കൽ 9ാം വാർഡിൽ താമസിക്കുന്ന അൻവർ സാദത്ത് കാക്ക് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വയ്ക്കണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. MVR ഹോസ്പിറ്റലിൽ നിന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായിട്ട് 30 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഇക്കാക്ക് ഭാര്യയും 3 മക്കളാണുള്ളത്. 2 ആണും 1 പെണ്ണാണുള്ളത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് ഈ ഒരു അസുഖമായിട്ട് ഈ നാട്ടിൽ വന്ന് ഇവിടെ ഓട്ടോ ഡ്രൈവറാണ്. ഈ പറയുന്ന അൻവർ സാദത്ത് ഖാൻ്റെ പെങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷം മുമ്പേ ബസ് തട്ടിയതാണ്, സ്കൂൾ ബസ് തട്ടിയതാണ്. കാലിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതാണ് അവരുടെ അവസ്ഥ. സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇത്താക്കും പറഞ്ഞിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. ആ സമയത്തുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അൻവർ സാദത്ത് ഖാ ആള് പ്രവാസിയായിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള വരുമാനം കൊണ്ടൊക്കെ സ്വന്തം പെങ്ങളെയും കാര്യങ്ങളൊക്കെ നോക്കി ഈ നാട്ടിലുള്ള ഓരോ കാര്യങ്ങൾക്കും നല്ലൊരു വ്യക്തിത്വമായിട്ട് നിന്നൊരു മനുഷ്യനാണ്. ഒരിക്കലും ഒരു വീഡിയോൻ്റെ മുമ്പിൽ വരുന്നൊരു കുടുംബമോ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ സർജറിക്കും തുടർ ചികിത്സയ്ക്കും വേറെ ഒരു തരത്തിലുള്ള ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഈ കുടുംബവും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാനോ മരുന്ന് വാങ്ങാനോ സർജറിക്കോ ഒരു നിവൃത്തിയില്ല. ഈ ഇത്താക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷകാലമായി. ആകെയുള്ള 2 മക്കളെന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളും ഒരു മോനുമാണ്. വിവാഹപ്രായം എത്തിക്കുന്ന ഒരു മോളാണെന്നുണ്ടെങ്കിലും ഈ താത്താക്കുള്ള ഇനിയുള്ള സർജറിക്കാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വാടക വീട്ടിലാണ് ഈ പാവങ്ങളൊക്കെ കഴിയണത്. ഞാൻ ഈ മഹലിലെ ഖത്തീബാണ്. വർഷങ്ങളായി ഇവരനുഭവിക്കുന്ന വേദനകൾ അറിയുന്ന വ്യക്തിയാണ്. സജീർക്ക പറഞ്ഞതുപോലെ തന്നെ അൻവർക്കാക്കും അതുപോലെ തന്നെ അവരുടെ പെങ്ങളവസ്ഥയും നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല സഹായങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. അൻവറിൻ്റെ ഈ ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അൻവറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും സഹായ സഹകരണം ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അൻവർ ചികിത്സാ കമ്മിറ്റിയുടെ കൺവീനറാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അൻവറിന് വേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ 2 പേർക്കും വേണ്ടി നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. ഞാനിതിൽ കൊടുക്കുന്ന ഇവരുടെ ഈ അൻവർ ഖാക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ചികിത്സാ സഹായ സമിതിയുടെ കമ്മിറ്റി അക്കൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മിൻ്റെ ഒക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. നല്ലവരായ മുഴുവൻ മലയാളികളുടെ മുമ്പിലും നല്ലവരായ പ്രവാസികളുടെ മുമ്പിലും ഈ കുടുംബത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങളൊക്കെ അപേക്ഷിക്കുകയാണ്. കൈ നീട്ടാണ്. ആരും തട്ടി മാറ്റി കളയരുത്. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ഒരു ഷെയർ ആണെങ്കിൽ പോലും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണം. വേറൊരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് വന്നിരിക്കുന്നത്. തട്ടി മാറ്റി കളയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.